മലയാള സിനിമയിലെ താരദമ്പതിമാരിൽ ആളുകൾക്ക് ഏറെയും ഇഷ്ടമുള്ള ജോഡികളാണ് ജയറാമും പാർവതിയും. സിനിമയിൽ നിന്ന് തുടങ്ങിയ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 1992 സെപ്റ്റംബർ 7 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പാർവതിയും ജയറാമും വിവാഹിതരാകുന്നത്. ഇവരുടെ മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് കാളിദാസും താരിണി കലിംഗരായരും വിവാഹിതരായത്. മകന്റെ വിവാഹത്തിൽ ഏറെ സന്തോഷിക്കുന്നത് ജയറാമും പാർവതിയും തന്നെയാണ്. ഈ വർഷം 2 വിവാഹങ്ങളാണ് താരകുടുംബത്തിൽ നടന്നത്. കാളിദാസിന്റെയും സഹോദരി മാളവികയുടെയും വിവാഹം ഈ വർഷമാണ് കഴിഞ്ഞത്. രണ്ടുപേരുടെയും വിവാഹം അച്ഛന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു താരങ്ങൾ നടത്തിയത്. തന്റെ കുടുംബത്തിലേക്ക് മരുമക്കൾ കടന്നു വന്നതിന്റെ സന്തോഷം കഴിഞ്ഞ ദിവസം ജയറാം പ്രകടിപ്പിക്കുകയുണ്ടായി. കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോഴും വൈറലാണ്. പാർവതി ജയറാം വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസ് ജയറാമും കണ്ണീരണിഞ്ഞിരുന്നു. കാളിദാസിന് കരച്ചിൽ അടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. നൃത്തത്തിന്റെ അവസാനം കാളിദാസ് അമ്മ പാർവതിയെ കെട്ടിപ്പിടിച്ചു. നിറകണ്ണുകളോടെ ജയറാമും ഇവർക്കരികിലേക്ക് ഓടിയെത്തി. വൈകാരികമായ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട്. എന്നാൽ പക്ഷെ കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം. എന്തിനും ഏതിനും വിമർശനങ്ങൾ കണ്ടെത്തുന്ന നിരവധി പേർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. എന്നാൽ പക്ഷേ ഈ ഒരു വൈകാരിക നിമിഷത്തെ മനസ്സിലാക്കുവാൻ ചിലർക്കായിട്ടുണ്ട്. ഏറെക്കാലത്തിന് ശേഷമാണ് നടി പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുള്ള ആളാണ് ക്ലാസിക്കൽ നർത്തകി കൂടിയായ പാർവതി. അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയത് കൊണ്ടാകാം കാളിദാസ് കരഞ്ഞെന്ന അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർന്നു വരുന്നത്. കരയാൻ മാത്രം എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ട എന്ന് വെച്ച് നല്ലൊരു അമ്മയായി ജീവിക്കുന്നു. ഉരുക്കി കാച്ചിയ പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എന്നുള്ള കുറിപ്പുകളുമുണ്ട്. എവിടെയോ എത്താതെ പാതി വഴിയിൽ മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിടയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും. വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴികേൽക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ഒരാഴ്ച മുഴുവൻ ആർക്ക് വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു. മനസ്സ് നിറഞ്ഞ നന്ദി പ്രകടനം, അതാണ് ഈ ഒരു കണ്ണീർ. ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം ഇവർക്കുണ്ടെന്ന് തോന്നുന്നില്ല എന്നും കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റം പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയവികാരങ്ങളും മനസ്സിലാവുകയുള്ളൂ. അതല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ്. ഒരു ആരാധിക പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതേസമയം ഗുരുവായൂരിലെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ വലിയൊരു റിസപ്ഷൻ തന്നെയാണ് താര കുടുംബം നടത്തിയത്. പ്രമുഖ താരങ്ങളൊക്കെ ഇവരുടെ റിസപ്ഷന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. റിസപ്ഷന് ശേഷം ഇപ്പോൾ താരകുടുംബം ഒരുമിച്ച് ഫിൻലൻഡിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അതേസമയം വിവാഹം കഴിഞ്ഞ് 32 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നടൻ ജയറാമിന്റെയും ഭാര്യയും നടിയുമായ പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ നടന്ന വർഷമായിരുന്നു ഈ 2024. മക്കളുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് താരങ്ങൾ ഈ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ആദ്യ മകൾ മാളവിക ജയറാമിന്റെ വിവാഹമായിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്നത്. പ്രണയിച്ച് വിവാഹിതരായവരാണ് ജയറാമും പാർവതിയും. അതുപോലെ തന്നെ 2 മക്കളുടേതും പ്രണയ വിവാഹവുമായിരുന്നു. എന്നാൽ പക്ഷേ മക്കളുടെ വിവാഹത്തോട് താരദമ്പതിമാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയറാമും പാർവതിയും പ്രണയിച്ചിരുന്ന കാലത്ത് പാർവതിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ജയറാമിനെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതിനു ശേഷവും ആ ഒരു അകൽച്ച തുടർന്നു എന്നാണ് പാർവതി മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഇവരുടെ പ്രണയകഥ പ്രചരിച്ചതോടെ നടിക്ക് നിയന്ത്രണങ്ങളും വീട്ടിൽ നിന്നും ഏർപ്പെടുത്തിയിരുന്നുവെന്ന്. തങ്ങൾ തമ്മിലുള്ള പ്രണയം ലോകം മുഴുവൻ അറിഞ്ഞിട്ടും തന്റെ അമ്മ മാത്രം വിശ്വസിച്ചിരുന്നില്ല എന്നും തന്നെ അത്രയ്ക്ക് അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു എന്നുമാണ് അമ്മയെപ്പറ്റി പാർവതി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് താരങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോയത്. 1992 സെപ്റ്റംബർ 7 പാർവതിയും ജയറാമും വിവാഹിതരായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തോടെ പാർവതി സിനിമാരംഗം ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ പക്ഷെ മറ്റൊരു കൗതുകകരമായ വസ്തുത എന്തെന്നാൽ സിനിമയിൽ ജയറാമിനേക്കാളും സീനിയറാണ് പാർവതി. 3-4 പടങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോഴേക്കും തങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വന്നിരുന്നുവെന്ന് പാർവതി പറയുന്നുണ്ട്. എന്നാൽ തുടക്കക്കാരനായ ജയറാം പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വയം അടിച്ചിറക്കുന്നതാണെന്നാണ് ആദ്യം തോന്നിയതെന്നും പാർവതി മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. ജയറാമിനോട് അതിന്റെ പേരിൽ താൻ വഴക്കിട്ടിട്ടുണ്ട്. പിന്നെ സെറ്റിൽ വെച്ച് കണ്ടാൽ പോലും മിണ്ടാതെയായി. മനഃപൂർവ്വം തന്നെ മസിൽ പിടിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ പക്ഷേ ഏറെ നാൾ അങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലായിരുന്നു തനിക്കെന്നും പാർവതി പറയുന്നുണ്ട്. അതേസമയം പാർവതി എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന അശ്വതി കുറുപ്പ് 1980കളിലും 90കളിലും മലയാളത്തിൽ സജീവമായിരുന്ന നടിയാണ്. മികച്ച ഒരു ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ് പാർവതി. 1986 16ാമത്തെ വയസ്സിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിൽ അഭിനയിച്ചാണ് പാർവതി പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുന്നത്. പിന്നീട് മലയാള സിനിമയിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ പാർവതി അവതരിപ്പിച്ചു. മുൻനിര നായകന്മാരുടെ ഒക്കെ നായികയാകാനും മികച്ച സംവിധായകന്മാരുടെ ചിത്രങ്ങളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനും പാർവതിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1992 സെപ്റ്റംബർ 7 തന്റെ വിവാഹം നടന്നതിനു ശേഷം അഭിനയം നിർത്തിയ പാർവതി പിന്നീട് തനിക്ക് പശ്ചാത്താപമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഒരു പങ്കാളിക്ക് അവരുടെ കരിയർ ത്യജിക്കണം, അതല്ലാത്ത പക്ഷം കുട്ടികളെ ശരിയായി വളർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഭർത്താവ് സമ്പാദിക്കുന്ന നല്ല ശമ്പളമുണ്ടെങ്കിൽ ഭാര്യ എന്തിന് ജോലി ചെയ്യണമെന്നതായിരുന്നു പാർവതിയുടെ നിലപാട്. ഇപ്പോൾ കുടുംബത്തോടൊപ്പം ചെന്നൈയിലെ വളസരവാക്കത്താണ് പാർവതി താമസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.